സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണിപ്പോൾ. ഓരോ വീഡിയോയും യഥാർത്ഥത്തിലുള്ളതാണോ എഐ ആണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം പെർഫെക്ഷനോടാണ് പുറത്തിറങ്ങുന്നത്. ഇത്തരത്തിൽ എഐയിലൂടെ നിർമ്മിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. തെലുങ്ക് ചിത്രം കൽക്കിയുടെ ക്ലൈമാക്സ് രംഗത്തിൽ എഐ വെർഷനാണ് ട്രെൻഡിംഗ് ആയി മാറിയത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനായ മലയാളി താരം ടൊവിനോയാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിൽ വിജയ് ദേവരകൊണ്ട മികച്ചതാക്കിയ അർജുൻ്റെ വേഷം ടൊവിനോയ്ക്ക് ഇണങ്ങുന്നത് ഉണ്ടെന്നാണ് ഭൂരിഭാഗം കമന്റുകളും. യോദ്ധാവിന്റെ ശരീരപ്രകൃതിയുള്ള ടൊവിനോ വീഡിയോയിൽ ഹൈലൈറ്റായി മാറി. അർജുന്റെ തേരാളിയായി കൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടത് ആസിഫ് അലിയാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആസിഫിനെ കൃഷ്ണനായി സങ്കല്പിക്കാനാകില്ലെന്ന് വീഡിയോയിൽ കുഴപ്പം തോന്നുന്നുള്ളെന്നൊക്കെയാണ് കമന്റുകൾ. എന്നാൽ ക്ലൈമാക്സിലെ കണ്ണന്റെ എൻട്രി എല്ലാവരെയും ഞെട്ടിച്ചു. പൃഥ്വിരാജ്, ഉണ്ണിമുകുന്ദൻ എന്നിവർ ആരെങ്കിലും ആവും കണ്ണനെന്ന് വിചാരിച്ചെടുത്ത് മോഹൻലാലിനെയാണ് അവതരിപ്പിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇംപ്രഷനും ഇല്ലാക്കിയതാണെന്ന് ഭൂരിഭാഗവും കമന്റുകളും. ഇത്രയും വലിയ ട്വിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആസിഫ് എയറിലാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ മോഹൻലാൽ അതിന് സമ്മതിച്ചില്ല എന്നിങ്ങനെയാണ് കമന്റുകൾ. എല്ലായിടത്തും മോഹൻലാലിനെ തിരികെയില്ലെങ്കിൽ സമാധാനമാകില്ല. ആദ്യം നസ്ലിയാണ് വിചാരിച്ചു എന്നിങ്ങനെ കമന്റുകൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മോഹൻലാലിനെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്നും ചോദ്യം ഉയരുന്നുണ്ട്. കസിൻ എൻ മീഡിയ പേജിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പ്രവാസിനിയെ നായകനാക്കി നാഗാർജുൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൽക്കി 22/9 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ആണ് ഈ ചിത്രം. രണ്ടാം ഭാഗത്തിന് സൂചന നൽകിക്കൊണ്ട് കൽക്കി അവസാനിപ്പിച്ചു. മഹാഭാരത കാലത്ത് ആരംഭിച്ച് AD 2892 വരെയുള്ള നീണ്ടു നിൽക്കുന്ന കഥയാണ് ചിത്രത്തിനുള്ളത്.